ഹായ് കൂട്ടുകാരെ, 2023-24 നടന്ന സെക്കൻഡ് ഇവാലുവേഷൻ മാത്തമാറ്റിക്സ് എക്സാമിൽ നമ്മൾ ട്രിഗ്നോമെട്രി എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച ചോദ്യമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ക്യുലറ്റിന്റെ ക്വസ്റ്റ്യൻ ബുക്കിലെ സീരീസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇവിടെ ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട് ചോദ്യത്തിൽ. എന്നിട്ട് പറഞ്ഞു ഇൻ ദ ഫിഗർ ട്രയാങ്കിൾ പി ക്യു ആർ ഇൻ എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അപ്പോൾ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെന്ന് ചോദ്യത്തിൽ പറഞ്ഞു. ഓക്കെ, ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞു. ഓക്കെ, എന്നിട്ട് ആംഗിൾ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് പി ക്യു. പി ക്യുവിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എ ചോദ്യം എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് പി ക്യു, പി ക്യുവിന്റെ ലെങ്ത് കണ്ടുപിടിക്കണം. ബി ചോദ്യം എന്ന് പറഞ്ഞാൽ ആംഗിൾ ക്യു ആർ പി എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ട്രിഗ്നോമെട്രിയിൽ 3 ട്രയാങ്കിൾസ് പഠിക്കാറുണ്ട്. 30, 60, 90 ആംഗിൾസ് വരുന്ന ട്രയാങ്കിൾ ഉണ്ട്. പിന്നെ 45 എന്താണ് 90 വരുന്ന ട്രയാങ്കിൾസ് പഠിച്ചിട്ടുണ്ട്. പിന്നെ സൈന്, കോസ്, ടാൻ അതൊക്കെ വെച്ചിട്ട് ചെയ്യേണ്ടുന്ന ട്രയാങ്കിൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി 30, 60, 90യുടെ റേഷ്യോ എന്ന് പറയുന്നത് 1:√3:2 ആണ്. അതേപോലെ 45, 90 എന്ന് പറയുന്നത് 1:1:√2 ആണ്. ഓക്കെ, മറ്റേതിനകത്ത് സൈന്, കോസ്, ടാന് ഇതൊക്കെ വരുന്ന ട്രയാങ്കിൾസ് ആണ്. അത് സൈന്, കോസ് ഒന്നും ഇതിനകത്ത് ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് നമ്മൾ അത് എടുക്കുന്നില്ല. പിന്നെ ഇതിനകത്ത് ഇപ്പൊ ഇവിടെ 1 കിടപ്പുണ്ട്, ശരിയല്ലേ? ഇവിടെ 2 കിടപ്പുണ്ട്. സോ 1ഉം 2ഉം വരുന്ന റേഷ്യോ വരുന്നത് ഏത് ട്രയാങ്കിളിനകത്താണ്? 30, 60, 90. അപ്പൊ ഇവിടെ ഓൾറെഡി എന്ത് വന്നിട്ടുണ്ട്? 90 ഉണ്ട്, ശരിയല്ലേ? ഇനി നോക്കൂ, 30ക്ക് ഓപ്പോസിറ്റ് കിടക്കുന്നതാണ് 1 അല്ലേ? അപ്പൊ 30ക്ക് ഇപ്പൊ 1 ഇവിടെ ആണെങ്കിൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും 30 ഡിഗ്രി വരുന്നത്, ശരിയല്ലേ? ഇവിടെ 30 ഡിഗ്രി ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും, ശരിയല്ലേ? ഇത്രേ ഉള്ളൂ. അപ്പോ ഇനി നമുക്ക് നോക്കേണ്ടത് 1 വന്നിട്ടുണ്ട്, 2 വന്നിട്ടുണ്ട്. ഇനി വരാനുള്ളതാണ് √3. സോ 60ക്ക് ഓപ്പോസിറ്റ് ആണ് √3 കിടക്കുന്നത്. സോ 60ക്ക് ഓപ്പോസിറ്റ് എത്ര വരും? √3. അതുകൊണ്ട് പി ക്യൂവിന്റെ ആംഗിൾ എത്ര വരും? സോറി, പി ക്യൂവിന്റെ ലെങ്ത് എത്ര വരും? √3 സെന്റിമീറ്റർ. ഇത് സെന്റിമീറ്ററിലാണെങ്കിൽ സെന്റിമീറ്ററിൽ കൊടുക്കുക. ഓക്കെ, തന്നേക്കുന്നത് സെന്റിമീറ്ററിലാണോ? അല്ല, അവിടെ ഒന്നും യൂണിറ്റുകളൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് √3 എന്ന് എഴുതിയാലും മതി. സോ ഇനി ആംഗിൾ ക്യു ആർ പി, അല്ലേ? അത് എത്ര ഡിഗ്രിയാണ്? ക്യു ആർ പി ഇത് √3 ആണെങ്കിൽ ഇത് 60 ഡിഗ്രി അല്ലേ? √3യുടെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്നത് 60 ഡിഗ്രി വരും. അപ്പൊ ഇത് വെച്ച് ചെയ്യുന്നതാണ് എളുപ്പം. അതല്ലെങ്കിൽ നമ്മൾ മറ്റേ പൈതഗോറസ് ഒക്കെ അപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കേണ്ടി വരും. അതിനൊന്നും നമ്മൾ സമയമില്ല. കാരണം ഇതൊരു മാർക്കിന്റെ 1 അല്ലെങ്കിൽ 2 മാർക്കിന്റെ ചോദ്യമായിട്ടാണ് ചോദിക്കുക. അതെ, 2 മാർക്കിന്റെ ചോദ്യമായിട്ടാണ് ചോദിക്കുന്നത്, 2 ചോദ്യം. അപ്പൊ നമുക്ക് ഒത്തിരി സമയം ഇതിനകത്ത് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ഈ ട്രയാങ്കിൾ പെട്ടെന്ന് നമുക്ക് കാരണം ഇവിടെ 1 വന്നിട്ടുണ്ട്, ഇവിടെ 2 വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ട്രിഗ്നോമെട്രിയിൽ ട്രയാങ്കിൾസ് പഠിക്കുന്നതിനകത്ത് 1:√3:2 അല്ലേ? അതിനകത്തൊരു 1ഉം ഇതിനകത്തൊരു 2ഉം വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ലെങ്ത് എന്ന് പറയുന്നത് എത്രയേ വരത്തുള്ളൂ? √3 വരത്തുള്ളൂ. √3 വന്നു കഴിഞ്ഞാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ എപ്പോഴും 60 ഡിഗ്രി വന്നേ പറ്റൂ. കിട്ടിയല്ലോ.